ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ പോലും അശുദ്ധി ഉണ്ടായിരുന്നു ഇല്ലയോ? ഈയിടെയൊക്കെ നമ്മളിങ്ങനെ കുറേ ആഴത്തിലേക്ക് പോകുമ്പോഴേ അവിടെയൊക്കെ നമ്മൾ അത്ഭുതങ്ങളുടെ ലോകത്താണ്. കാരണം ഈ ആദിമവർഗം, ഈ കേരളക്കര എന്ന് പറയുന്നത് ദക്ഷിണ ഭാരതത്തിലെ ആദിമവർഗത്തിൻ്റെ ഒരു ദേവതയാണ് ശിവൻ. ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു ആരാധനാ പാത്രമാണ്, അല്ലെങ്കിൽ ആരാധനാമൂർത്തിയാണ് ശിവൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഈഴവ ശിവൻ എന്നുള്ളൊരു പ്രയോഗം കുമാരനാശാൻ നടത്തിയപ്പോഴും അതിനെ അനുകൂലിച്ചുകൊണ്ട് മൗനത്തെ ഭജിച്ചത് അല്ലേ? ആ ഈഴവ ശിവൻ എന്ന് പറയുന്നത് പോലും ഇവിടുത്തെ ആദിമ മനുഷ്യവർഗത്തിൻ്റെ കുലദൈവമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും ജന്തുബലിയും അല്ലെങ്കിൽ അധമമായ താമസികമായ ആരാധനാ സമ്പ്രദായങ്ങളും ചോര വീഴ്ത്തിയും അല്ലേ മാടിനെ വെട്ടിയും ഒക്കെയുള്ള ആ അധമമായ പ്രാർത്ഥനാ സമ്പ്രദായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളോട് സ്വാമിതൃപാദങ്ങൾ ഷൺമുഖ ദശകത്തിൽ ഒരു വരി പറയും, കൂറിൽ കൂറുണ്ട്. കൂറിൽ കൂറുണ്ട്. നിനക്കെന്തിലാണോ കൂറ്, ആ കൂറ് ഉണ്ടാകും നിന്നോടും അല്ലേ? ഇത് തന്നെ ഭഗവത്ഗീതയുടെ ജ്ഞാനയോഗത്തിൽ പറയും, നീ എന്തിനെയാണോ ഭജിക്കുന്നത്, നീ എന്നെ ഏത് രീതിയിലാണോ ഭജിക്കുന്നത്, ആ രീതിയിൽ ഞാൻ നിനക്ക് പ്രാപ്യനാണ്. ഞാൻ നിനക്ക് ആ രീതിയിൽ അനുഗ്രഹത്തെ നൽകും. ഞാൻ നല്ല നെയ്യ് ഒഴിച്ചാണ് ഈ വിളക്ക് തെളിക്കുന്നതെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ ആ പ്രഭയിൽ ഇവിടെ എന്ത് സൗരഭ്യമായിരിക്കും ഉണ്ടാകുന്നത്? നെയ്യുടെ സൗരഭ്യമായിരിക്കും. കുറച്ച് പെട്രോളോ മണ്ണെണ്ണയാണോ ഒഴിക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയാണ് അത് കാണിക്കുക അല്ലേ? നമ്മുടെ ആരാധനാക്രമം എങ്ങനെയായിരിക്കണം, അത് പരിഷ്കരിക്കേണ്ടി വന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നല്ല ചരിത്രബോധമുള്ളവരൊക്കെ തന്നെയാണ് അല്ലേ? ഈ സമയത്തൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് താമസികമായിട്ട് ആരാധിച്ചാൽ നമുക്ക് എന്ത് വരും? താമസിക സ്വഭാവങ്ങൾ നമുക്ക് കിട്ടും. ചാത്തനെ ആരാധിക്കേണ്ടെന്ന് പറയാൻ ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഇവിടെ ചാത്തനെ ആരാധിക്കണോ? ആരാധിച്ചോ? ഈശ്വരനുണ്ടോ? ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ അങ്ങനെ ആരാധിച്ചോ? ഈശ്വരനില്ലേ? വേണ്ട. ഇവിടെ ആർക്കും നിർബന്ധ വ്യവസ്ഥകളൊന്നും ഉണ്ടായിട്ടില്ല. നാസ്തികനാകാം, ആസ്തികനാകാം അല്ലേ? പക്ഷേ എന്തിനെയാണോ നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, നീ ഏതു ഭാവത്തിലാണോ എന്നെ സ്വീകരിക്കുന്നത്, ആ ഭാവത്തിൽ ഞാൻ നിനക്ക് പ്രാപ്യനാണ്. അപ്പം നമ്മൾ ഏത് ഭാവം ആഗ്രഹിക്കുന്നത്? നമുക്ക് നന്മയാണോ വേണ്ടത്, തിന്മയാണോ വേണ്ടത്? നമുക്ക് ചോര വീഴ്ത്തുന്ന ഒരു ശക്തിയാണോ വേണ്ടത്, അതോ നന്മയുടെ അല്ലെ മംഗളസ്വരൂപനായ ഭഗവാനെയാണോ വേണ്ടത്? അത് നമ്മളാണ് ചിന്തിക്കേണ്ടത് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ ആചാര പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ തന്നെ ശുചിത്വത്തെ ആര് കൊണ്ടുവന്നു? ഭഗവാൻ കൊണ്ടുവന്നു. നമ്മുടെ പല ആചാര വ്യവസ്ഥകളെയും അവിടുന്ന് മാറ്റി. അതുകൊണ്ടാണല്ലോ കോലത്തുകരയിൽ ആദ്യത്തെ ഒരു ഇളക്കി പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അല്ലേ, വളരെയധികം കോഴിയുടെ ചോരയൊക്കെ കുടിച്ച് മാടുകളുടെയൊക്കെ ചോര കുടിച്ച് ഉഗ്രമൂർത്തിയായിരുന്ന ഭദ്രയെ മാറ്റിക്കൊണ്ട് അവിടെ ഭദ്രം ചെയ്യുന്ന ഒരു ശിവനെ പ്രതിഷ്ഠിച്ചത് ഈ ആചാര പരിഷ്കരണത്തിൻ്റെ ഭാഗമല്ലേ? അപ്പം ഇതുപോലെ എത്ര പരിഷ്കരണങ്ങളാണ് അവിടെ നിന്ന് നടത്തിയത്. വിവാഹത്തെ പരിഷ്കരിച്ചു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ശ്രീനാരായണ ധർമ്മം പോലും ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവൻ്റെ അവസാന ബലികർമ്മങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു വലിയ നമ്മുടെ കർമ്മം തീർന്ന് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഉള്ള നമുക്ക് നൽകുന്ന മറ്റുള്ളവർ നൽകുന്ന ബലികർമ്മങ്ങൾ വരെ ശ്രീനാരായണ ധർമ്മത്തിൽ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. അതുവരെ അവിടുന്ന് എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. അപ്പോൾ ആന്തരികമായ ശുദ്ധിയും ബാഹ്യശുദ്ധിയും അവിടുന്ന് നൽകി. അപ്പോൾ ആദ്യമേ അറിവിനെ കൊണ്ടുവന്ന് അറിവിലുണർന്നവർക്ക് ശുചിത്വത്തെ നൽകി. ഇനി ആ ഹൃദയത്തിലാണ് എന്ത് വരുന്നത്? ഈശ്വരൻ വരുന്നത് അല്ലേ? അറിവുള്ളവരുടെ ശുചിത്വമുള്ളവരുടെ ഹൃദയത്തിലാണ് ഭക്തി ഉണ്ടാകേണ്ടത്. എത്ര കൃത്യമായിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അറിയാത്തവർക്ക് അറിവില്ലാത്തവരോട് നമ്മൾ അനുകമ്പ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഗുരു അവരെ അറിവുള്ളവരാക്കി ശുചിത്വമുള്ളവരാക്കിയിട്ടാണ് അവരോട് എന്തിനെക്കുറിച്ച് പറഞ്ഞത്? ഈശ്വര ഭക്തിയെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഭക്തി ദർശനമാല എന്ന് പറയുന്ന ഭഗവാന്റെ ദാർശനിക കൃതിയിൽ ആദ്യത്തെ ദർശനത്തിൽ തന്നെ ഭഗവാൻ പറയും ഭക്തി ആത്മാനുസന്ധാനം.
എന്താണ്? ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. ഈ ആത്മാവോ ആനന്ദഘനം, അല്ലേ? ആത്മാവ് ആനന്ദഘനമാണ്. ഈ ആനന്ദത്തെ അന്വേഷിക്കലാണ് എല്ലാവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ എന്താ വേണ്ടത്? ആനന്ദമാണ് വേണ്ടത്. പക്ഷെ ആനന്ദത്തെ തുടർച്ചയായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മുടെ പരാജയവും, അല്ലേ? അപ്പോൾ ആനന്ദത്തെ നമുക്കിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതിനാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രായോഗിക ഭക്തിയുടെ തലത്തിലേക്കാണ് സ്വാമി തൃപ്പാദങ്ങൾ ആ ഭക്തി ദർശനത്തിൻ്റെ തന്നെ അവസാന വരിയിൽ കൊണ്ടുപോകുന്നത്. ആരൊക്കെ? ലോകപിതാവിൽ, അല്ലേ? ലോകസ്യ പിതരി. പിന്നെ പറയുന്നു സ്വസ്യ ഗുരൗ, ഗുരുവിൽ. അതുപോലെ തന്നെ പിതരി, പിതാവിൽ. മാതരി, മാതാവിൽ. പിന്നെ കടന്നു വരുമ്പോൾ സത്യസ്ഥാപകനിൽ, നിഷിദ്ധ മാർഗങ്ങളെ നിഷേധിച്ചവനിൽ, നിയന്ത്രിച്ചവന്. ഇവരിലൊക്കെ ആർക്ക് അനുരാഗമുണ്ടാകുന്നുവോ അതെന്താണ്? പരാവിദ്യയാണ്, പരാഭക്തിയാണ്. അതെല്ലാം ശ്രേഷ്ഠമായ ഭക്തിയാണെന്ന് അവിടുന്ന് 9ാമത്തെ ശ്ലോകത്തിലേക്ക് കൊണ്ടുവന്ന്, ഭക്തദർശനത്തിൻ്റെ 9ാമത്തെ ശ്ലോകത്തിൽ കൊണ്ടുവന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ആർക്ക് അനുരാഗമുണ്ടാകുന്നു? ഇതെല്ലാം എന്താണ്? പരാഭക്തിയാണ്. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഇത് അപരാഭക്തിയല്ലേ, അല്ലേ? അപരയല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ കൊണ്ടുവന്ന് നൽകുകയാണ്. ആനന്ദത്തിനെ അന്വേഷിച്ച് പോകുന്നവർക്ക് ഇതിലൊക്കെ ശ്രേഷ്ഠമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ ഭക്തിയെ കാണാൻ സാധിച്ചാൽ അതും എന്താണ്? പരാഭക്തിയാണ്. അപ്പം ഇതുപോലെ ഭക്തിയുടെ ഉത്തുംഗ മാർഗങ്ങളിലേക്ക് നമ്മളെ നയിച്ച ഭഗവാൻ, ഈശ്വരാരാധന ഓരോ ഹൃദയങ്ങളിലും ഓരോ ഭവനങ്ങളിലും ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഭഗവാൻ, നമ്മളവിടെ നിന്ന് വിട്ടുപോരാൻ നമുക്ക് അത്ര തയ്യാറല്ലായിരുന്നു. ജന്തുബലി നടത്തിയപ്പോഴേ, ജന്തുബലി നിരോധിച്ചപ്പോഴേ അവിടെ ഒരാൾ ഒരു നിർദ്ദേശം വയ്ക്കുക, ഭഗവാനെ ജന്തുബലി നിരോധിച്ചല്ലോ, അതിന് പകരം നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ കുമ്പളങ്ങ വെട്ടാം. നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരാനൊരു ചഞ്ചലിപ്പ്, അല്ലേ? ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നതല്ലേ, ഇനി അത് നടത്തിയില്ലെങ്കിൽ കുഴപ്പമാകണ്ട, എന്ത് ചെയ്യാം? കുമ്പളങ്ങ വെട്ടാം. അപ്പം ഭഗവാൻ എടുത്ത ഒരു കൊച്ചു മറുപടിയെ പറഞ്ഞുള്ളൂ. എന്താണ്? അതിന് പകരം മകനെ വെട്ടിയാലും മതി, അല്ലേ? അതിന് പകരം മകനെ വെട്ടിയാലും മതി. അത് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമമുണ്ട്, അല്ലേ? അവിടെ എന്ന് വെച്ച് മകനെ വെട്ടണം എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇതൊക്കെ വ്യർത്ഥമാണെന്ന് നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരിക. ഈ ചെയ്യുന്നതൊക്കെ വ്യർത്ഥമാണ്, ഇതൊന്നും അല്ല വേണ്ടത്. എന്ത് ചെയ്യണം? അറിയണം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് സ്വാത്വികമായ രീതിയിലേക്ക് ഈശ്വര ആരാധനയെ കൊണ്ടുപോകണം. എത്രമാത്രം കൃപയോടുകൂടിയാണ് നമ്മളിതൊക്കെ പഠിപ്പിച്ചു തന്നത്. നമ്മളിപ്പോഴും ഇവിടെ നിൽക്കും, ഇങ്ങനെ പോകാനായിട്ട് മടി പിടിച്ച് നിൽക്കും, അല്ലേ? നമ്മളിപ്പോഴും ലിസ്റ്റുകൾ വെക്കാം. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഭഗവാനെ അവിടത്തോട് നല്ലൊരു പ്രാർത്ഥന നടത്തി നോക്കൂ. ഭഗവാനെ സർവ്വമംഗളങ്ങളും നൽകിയ ഭഗവാനെ അവിടത്തേക്ക് നന്ദി. ഞങ്ങൾക്ക് ഇന്ന് ഈ ഭൂമിയിൽ ഇതുപോലെ വന്നിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചതിന് നന്ദി. പിന്നെയുണ്ട് എന്താണ്? നല്ല ആരോഗ്യവും സംതൃപ്തിയും സമാധാനവും നൽകിയതിന് നന്ദി എന്ന് നമ്മളിങ്ങനെ ഈ നന്ദിയെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പറഞ്ഞു നോക്കൂ. എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നല്ല നെയ്വിളക്കാണെങ്കിൽ നെയ്യുടെ സൗരഭം വരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള നന്ദിയുടെ പൂർണ്ണതയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സംഭവിക്കുന്നതൊക്കെ എന്തായിരിക്കും? അത് മാത്രമായിരിക്കും. സംഭവിക്കാതിരിക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വ്രജനഹാരിണിയായിരിക്കുന്ന ഈ പുണ്യസ്ഥാനം നമ്മുടെ എല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്ത് തീർത്തിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കൊട്ടാരം കിട്ടുമെന്നോ, അല്ലേ? പണ്ട് കുചേലൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വലിയൊരു കൊട്ടാരവും മണിമാളികയും അതുപോലെ തന്നെ ധാരാളം വേലക്കാർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായതുപോലെ നമ്മൾ തിരിച്ച് ഓതറയ്ക്ക് വരുമ്പോഴേ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതല്ല ഒരു തീർത്ഥാടനത്തിൻ്റെ പൊരുൾ. മറിച്ചെന്താണ്? നമുക്ക് നമ്മളുടെ ഏതൊരു പ്രതിസന്ധിയിലും ഈശ്വരൻ നമുക്ക് തുണയുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഈശ്വര കൽപ്പിതമാണ്, കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് അർപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മളെ പൂർണ്ണമായിട്ടും ബോധ്യമാക്കുന്ന മാനസ രാജഹംസനെ നമ്മൾ എവിടെ കാണുന്നുണ്ട്? നമ്മുടെ ശ്രീ വാസുദേവാഷ്ടകത്തിൽ കാണുന്നുണ്ട്. മാനത്തിലും അപമാനത്തിലും മാനസ രാജഹംസൻ, തുല്യമായ മാനസത്തോടു കൂടിയവൻ, അല്ലേ? വെള്ളത്തെയും പാലിനെയും വേർതിരിച്ച് നിർത്താനായിട്ട് കഴിയുന്ന രാജഹംസത്തെ പോലെ ഇതിലൊക്കെ തുല്യമായിട്ട്, എന്തിലൊക്കെ തുല്യനിന്ദ സ്തുതി, സ്തുതിയിലും നിന്ദയിലും തുല്യത കാണാനായിട്ട് സാധിക്കുന്ന ഒരു മനസ്സ് ഓരോ തീർത്ഥാടനത്തിലൂടെയും നമുക്ക് കിട്ടണം.